എന്റെ ലേബർ റൂം യാത്ര വളരെ രസകരമായിരുന്നു കേട്ടോ. വെളിയിൽ സൈലന്റ് എന്നാണ് എഴുതി വെച്ചിരിക്കണെങ്കിൽ അകത്തൊന്നൊന്നര വയലൻസ് ആണ്. നമ്മൾ ലേബർ റൂമിൽ എത്ര ഈ ആദ്യമായിട്ട് ഗൾഫിൽ പോണ ഒരാളെ ഫ്ലൈറ്റ് കയറ്റാൻ വേണ്ടി എയർപോർട്ടിൽ കൊണ്ടുപോകില്ലേ, ബന്ധുക്കളും നാട്ടുകാരും സ്വന്തക്കാരും, അതുപോലെ ഒരു പടയായിട്ട് റാലി പോലെ തന്നെ ലേബർ റൂമിന്റെ വാതിൽ വരെ കൊണ്ടാക്കി. ലേബർ റൂമിന്റെ വാതിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന എന്താണെന്നറിയോ, നമ്മൾ ഈ ഫുട്ബോൾ കളി തുടങ്ങുന്നതിന് മുമ്പ് കളിക്കാർക്ക് റെഫറി കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുമല്ലോ, അതുപോലെ എനിക്കിട്ട് പണി എന്നിട്ട് ദുബായി പോയിരുന്ന് വീഡിയോ കോൾ വിളിച്ച് കണ്ട്രാക്ട് വിടണ കെട്ടിയോ, നെഞ്ചത്ത് കയ്യും വെച്ച് ഗണപതി ഹോമം ഭഗവതി സേമയും ഒറ്റയ്ക്ക് ഒരുമിച്ച് നടത്തണ എന്റെ പെറ്റമ്മ. കൂട്ടത്തില് ദൈവത്തിന്റെ ഒരു കൈക്കൂലിയും കൂടെ. എന്താണെന്നറിയോ, കൊച്ചാണാണെങ്കിൽ എന്റെ അച്ഛനെ കൊണ്ട് ശയനപ്രദർശനം നടത്തിക്കോളാന്ന്. എവിടെ? ശബരിമല വരെ. ഇതായിട്ട് അണ്ണാക്കിൽ ഇടിവെട്ടിയ പോലെ നിൽക്കണ എന്റെ അച്ഛൻ. അമ്മയുടെ പ്രാർത്ഥനയുടെ ആത്മാർത്ഥത കുറവുകൊണ്ടാണെന്ന് തോന്നുന്നു കൊച്ചു പെണ്ണായിരുന്നു, അച്ഛൻ രക്ഷപ്പെട്ടു. അതും കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്തെ പോണ ഒരു കരച്ചിലേക്കണം. നമ്മളെ വെള്ളിമുങ്ങ സിനിമയിൽ മറ്റേ അമ്മച്ചി കറിയില്ല, എന്നെയും കൂടെ കൊണ്ടുപോ നോക്കിയപ്പോ അമ്മായി അമ്മ 2 ദിവസം ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് നിന്നോട്ടെ എന്ന് ചോദിച്ചാ അപ്പൊ കുറുകുവേദന മുട്ടുവേദന മെഡില ഒബ്ലാങ്കേറ്റ വരെ തിരിഞ്ഞുപോയി എന്ന് പറയുന്ന കള്ള തള്ളയാണ് എന്റെ കൂടെ ലേബർ റൂമിന്റെ അകത്ത് വരാൻ വേണ്ടി കരഞ്ഞ് തള്ളണത്. ഇവരുടെ വിചാരം ഞാൻ അതിന്റെ അകത്ത് ഓജോവോട് വെക്കുകയാണ്, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് പറയുമ്പോൾ കൂടെ ഇറങ്ങി വരുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ വല്ലവിധനെ തള്ളി മാറ്റി ലേബർ റൂമിന്റെ അകത്ത് കയറി. ലേബർ റൂം എന്ന് പറഞ്ഞാൽ സാധാരണ എന്റെ മനസ്സിൽ എന്താ, നമ്മൾ ഈ കാഞ്ചന സിനിമയിലെ ബംഗ്ലാവില്ലേ, ഏത് അതന്നെ, അന്ന് വിചാരിച്ചേണ്ട കാര്യം കയറി ചെന്ന്. പക്ഷെ നമ്മുടെ രാപ്പകൽ സിനിമയിലെ നമ്മുടെ മമ്മൂട്ടിയുടെ തറവാട് പോലെയായിരുന്നു കേട്ടോ. ഭയങ്കര കാമൻ കൊയറ്റായിരുന്നു. നമ്മുടെ ഭൂമിയിലെ മാലാകന്മാര് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു ചിരിക്കുന്നു. അവർക്ക് പിന്നെ ചിരിച്ചുകൊണ്ടൊക്കെ ഓടാല്ലോ, നമ്മളല്ലേ സ്ത്രീധനം കൊടുത്ത് 8ന്റെ പണി ചോദിച്ച് വാങ്ങിച്ചിട്ട് നിൽക്കുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആകെയുള്ള ഒരു സമാധാനം പറഞ്ഞാൽ 8-10 നിറ വയറുകളെ കാണാം. അതിലൊരു ചേച്ചിയാണെങ്കിൽ പ്രസവ വേദന സഹിക്കാൻ വയ്യാതെ ഭർത്താവിനെ വീട്ടുകാരെ അറിഞ്ഞ് തള്ളിപ്രാകും. ഞാൻ കുറെയൊക്കെ കേട്ട് പഠിച്ചു വെച്ചു. നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ കിടന്ന് ഓടാൻ പാടില്ലല്ലോ, അതുകൊണ്ട് കുറെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ച്. അതിനിടയ്ക്കിടയ്ക്ക് എന്റെ ബന്ധുക്കളും ലേബർ റൂമിന്റെ തലയിട്ടിട്ട് വിദ്യയുടേത് കഴിഞ്ഞോ ഇതൊന്നും ഫോട്ടോ സ്റ്റേറ്റ് മിഷനെ ഇതോ കയറ്റിയിട്ട് അപ്പുറത്തൂടെ ഇറങ്ങി വരാം. സമയം എടുക്കും. വിദ്യയുടെയാണ് പ്രസവം, കുറച്ച് കാത്തിരുന്നേ പറ്റുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ വേദനയും സുന്ദരമായിട്ടുള്ള നിമിഷവും കഴിഞ്ഞ് ഒരു തങ്കക്കുടം പോലത്തെ ഒരാളെ കിട്ടി. അതിനെയും കൊണ്ട് ഞാൻ ലേബർ റൂമിൽ നിന്ന് പുറത്തോട്ട് ചാടി. തിരിച്ചു വന്നപ്പോഴും നമ്മൾ ഗൾഫിൽ നിന്ന് ലീവിന് പറഞ്ഞ ഗൾഫുകാരന്റെ അവസ്ഥ തന്നെ ആയിരുന്നു കേട്ടോ. ഗൾഫുകാരന്റെ പെട്ടിയിലാണ് കണ്ണെങ്കിൽ ഇവിടെ എന്റെ കുട്ടിയിലാണ് കണ്ണെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഇടയിൽ കൂടെ അമ്മായിയമ്മ വരണവരടുത്തും പോണവരടുത്തും സുഖപ്രസവമായിരുന്നെന്ന്. ആർക്ക്? ഡോക്ടറിനത് അമ്മായിയമ്മയ്ക്കാ. എനിക്ക് വലിയ സുഖമൊന്നും ഫീൽ ചെയ്തില്ല. ഞാനാണെങ്കിൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പൈസ അത്ര അടിച്ചു പൊളിച്ച് തീർത്തിട്ട് തിരിച്ചു പോകാൻ ടിക്കറ്റ് പോലും പൈസ ഇല്ലാത്ത പ്രവാസിയെ പോലെ ഒരു മൂലയ്ക്ക് കിടക്കുകയാണ്. എന്ത് സഹിക്കാം കേട്ടോ. ആ സമയത്ത് കുറെ ഉപദേശമുണ്ട്. നമ്മുടെ ഊരുട്ടമ്പലത്തിലെ കുഞ്ഞമ്മയുടെ വകയാണെങ്കിൽ അങ്ങോട്ട് തിരിയരുത് ഇങ്ങോട്ട് തിരിയരുത്, ഇങ്ങനെ എണീക്കണം. ഇവര് 3 മാവിന്ന് പറിച്ചെടുത്തതാണെന്ന് ഞാൻ വിചാരിച്ചു. എന്തൊരാണപ്പാ, തികച്ച് 2.5 കിലോ പോലും ഇല്ലാത്ത എന്റെ കൊച്ചിനെ ഉയർത്തിപ്പിടിച്ച് പാല് കൊടുക്കണമെന്ന്. ഞാൻ ഇനി ട്രിപ്പീസിലിട്ടിട്ട് പാല് കൊടുക്കാം എന്താണെന്ന് അടിച്ചു. വല്ല വിധനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയാലെങ്കിലും ശല്യം തീരുമെന്ന് വിചാരിച്ചു. നീ കൊച്ചിനെ രാവേത് പകലേതെന്നറിയോ? പകല് മൊത്തവും കിടന്നതങ്ങ് ഉറങ്ങും, രാത്രിക്ക് കീറ്റലാണ്. വെളുപ്പാങ്കാലാവത് ഇത്തിരി കണ്ണടയ്ക്കുമ്പോഴത്തേക്ക് അപ്പന്റെ രൂപവും ഭാവവും പെരുമാറ്റവും ഒക്കെ നമ്മുടെ ഫാസിൽ സാറ് കണ്ടിരുന്നെങ്കിൽ നാഗവല്ലിയായിട്ട് അഭിനയിച്ചിന് ശോഭന ചേച്ചി കൊടുത്ത അവാർഡ് ഇപ്പൊ എന്റെ അലമാരയിൽ ഇരുന്നെ. മിസ്സായിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ കൊച്ച് വെളുപ്പാങ്കാലാകുമ്പോഴാണ് ഇത്തിരി ഉറങ്ങണത്. അപ്പൊ നമ്മൾ വിചാരിക്കും അപ്പ കൂടെ കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ച് കുറച്ച് കണ്ണടയ്ക്കുമ്പോ അപ്പുറത്തെ ലീലമാമി ചിരിച്ചുകൊണ്ട് വരും. എന്തിന്? വേദ കുളിപ്പിക്കാൻ. എന്നിട്ട് നമ്മളെ ഈ വലിയ അണ്ടാവുണ്ടല്ലോ, അണ്ടാവിൽ നെല്ലൊക്കെ പുഴുകണ കണ്ടിട്ടില്ലേ, അതുപോലെ നമ്മളെ ചൂട് വെള്ളത്തിലിട്ട് പുഴുങ്ങി ഒന്ന് എടുത്തങ്ങ് നിർത്തും. അപ്പൊ നമ്മൾ വിചാരിക്കും അതോടുകൂടി തീരുമെന്ന്. ഒരു തീരക്കും ഇല്ല. അപ്പുറത്തെ തൂതുവളയിലും കണ്ട പറമ്പിൽ എന്തിന് ശാന്തമ്മ ചേച്ചി ആടിന്റെ വായിരിക്കണ കുഴ വരെ പിഴുതോണ്ട് വന്ന് പച്ചില മരന്നേറ്റ് അരച്ച് കലക്കി കുറുകി തരും. എന്തിന്? ശരീരം നന്നാവാനാണ് കുടിച്ചോന്ന്. ഇതിലിനിയിപ്പോ എന്താണ് നന്നാവാനാണെന്ന് എനിക്കറിഞ്ഞൂടെ. ഉള്ളു 28-ന് ഗൾഫുകാരൻ ലീവ് കിട്ടിയില്ല. പക്ഷെ ഞാനും അങ്ങേരും കൂടെ പ്ലാൻ ചെയ്ത് ന്യൂമറോളജി പ്രകാരമൊക്കെ കൊച്ചിന് നല്ലൊരു പേരൊക്കെ കണ്ടുപിടിച്ചു അടിപൊളിയായിട്ട് കുറച്ച് പൊന്നും പണമൊക്കെ വാങ്ങിച്ചു വെച്ച് റെഡിയാക്കി. കൊച്ചിന് നമ്മൾ നൂല് കെട്ടാൻ വേണ്ടി റെഡിയാക്കി ഇരുന്നപ്പം കെട്ടിയോന്റെ വകയിലൊരമ്മ അവൻ സമയപ്പം കൊച്ചിനെ എടുത്തു വെച്ച് ഒരു ചെവിയിൽ വെറ്റയും വെച്ച് അടച്ച് മറ്റേ ചെവിയിൽ പണ്ട് തൂവാനത്തുമ്പികൾ സിനിമ കണ്ട ഓർമ്മയിൽ എന്റെ കൊച്ചിന്റെ ചെവിയിൽ സുമലത 3 പ്രാവശ്യം വിളിച്ച് ലേലം ഉറപ്പിച്ചു കളഞ്ഞു. അന്നെന്റെ വീട്ടിൽ നടന്ന തള്ളക്ക് വിളി നിങ്ങള് കേക്കണം. കൊടുങ്ങല്ലൂർ ഭരണി തോറ്റു വന്നു. അതോടുകൂടി ഞാൻ വിചാരിച്ചു അയ്യോ പ്രസവം ഇതൊന്നും എന്നെ ധാരാളം, ഇനി എന്നെ കൊണ്ട് വയ്യെന്ന്. അന്ന് അങ്ങനെ ദൃഢപ്രതിജ്ഞ എടുത്ത എനിക്കിന്ന് കുട്ടികൾ 5 ആണ്.
ഓരോ കൊച്ചിനും 6 മാസം ആകുമ്പോൾ നമ്മളെ ഗൾഫുകാരൻ കൊച്ചിനെ കാണാൻ ഒരു വരവുണ്ട്. വന്നിട്ട് എനിക്കുള്ള അടുത്ത 10 മാസത്തെ പണിയും തന്നിട്ട് പോകും. ഗൾഫുകാരൻ എത്ര പ്രാവശ്യം ലീവിന് വന്നോന്ന് അറിയണമെങ്കിൽ കൊച്ചിന്റെ തല എണ്ണി നോക്കിയാൽ മാത്രം മതിയാവും. അങ്ങനെ വിചാരം വൈഫും വൈഫൈയൊക്കെ എല്ലാം ഒന്നാണ്. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെന്താണെന്നറിയോ, ഈ ലേബർ റൂമിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു കരച്ചിൽ കേൾക്കും. അത് നിങ്ങൾക്ക് അനുഭവിക്കാം, സമയമുണ്ട് കേട്ടോ. ലേബർ റൂമിൽ ആദ്യമായിട്ട് ഒരു കരച്ചിൽ കേൾക്കും. അപ്പൊ നമ്മുടെ ഇങ്ങനെ ചേർത്ത് പിടിക്കും, നമ്മളെ കണ്ണുറന്ന് ആദ്യമായിട്ട് നമ്മളൊന്ന് നോക്കും. ഇത്തിരി ഒന്ന് ഇത് സംസാരിക്കാറാകുമ്പോൾ നമ്മളെ മൊത്തമൊക്കെ ആദ്യമായിട്ട് ചിരിച്ചുകൊണ്ട് ഉമ്മ എന്ന് വിളിക്കുന്നത്. അത് ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ഒരു സ്ത്രീ ആയിരിക്കുന്ന ഒരാൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും കൊച്ചഞ്ചല്ല, ഒരു ഡസൻ ആയാലും കുഴപ്പമില്ല.